എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാബേജ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ക്യാബേജിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു ചെറിയ സവാളയാണ്, 3 കഷ്ണം ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇത്രയും വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഞാൻ ഇതുപോലെ ഫൈൻ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബേജ് കട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ചൊരു നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, കുറച്ചുകൂടെ വലിപ്പത്തിൽ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വളരെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ 1 പച്ചമുളകാണ് കാണിച്ചത്, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തിരുമി എടുത്തതാണ്, വേറെ അരച്ചിട്ടൊന്നുമില്ല. പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. കടുക് താളിക്കുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയുമാണ് കാബേജ് തോരൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം, പച്ചമുളക് ഇടാം, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇടാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ഇതെല്ലാം നല്ലപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ഇടാം. ഉഴുന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിന്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിൽ തന്നെ ഇട്ടാൽ മതി. ക്യാബേജിൽ നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ചെറിയ തീയിൽ കിടന്ന് ഇത് വേവും. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മണം. ഈ ക്യാബേജ് ഒരുപാട് അങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒരു 3/4 വേവൊക്കെ ആവുമ്പോഴത്തേക്ക് എടുക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. മെഴുക്ക് വരട്ടൊക്കെ ആണെങ്കിൽ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോ തോരനായതുകൊണ്ട് അത്രയൊന്നും മൂക്കേണ്ട ആവശ്യമില്ല. എരിവിനായിട്ട് നമ്മൾ വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രം തന്നെയാണ് ചേർക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇത് തുറന്നു വെച്ച് തന്നെ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ പോലും നമുക്കിത് ഈ ക്യാബേജ് തോരൻ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ അകത്ത് ഈ തോരൻ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കാൻ നല്ല കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ് അതങ്ങനെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇത് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുറെ നേരം നമ്മൾ ഇത് ഇങ്ങനെ ഇട്ടിരുന്ന അടി പിടിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പൊ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പൊ നമുക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് എല്ലാം പാകത്തിനുണ്ട്. എരിവ് ഉപ്പ് എല്ലാം പാകത്തിനുണ്ട്. ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടണം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് തുറന്നു വെച്ച് ഇളക്കാൻ പറയുന്നത്. ക്യാബേജ് വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ അല്ലെ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.